കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പൈസയിലായിൽ വെച്ച് ഓൾ ഇന്ത്യ ജോറുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ പറയുന്ന സൗണ്ട് ക്ലിയർ ആണല്ലോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ഉണ്ട് കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. കേൾക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച പൈസയിലായിട്ട് ഡൽഹിയിൽ വെച്ച് ഓൾ ഇന്ത്യ മഷവറ ഉണ്ടായിരുന്നു. അപ്പം ഓരോ സ്റ്റേറ്റിൽ നിന്നും കുറഞ്ഞ ആളുകൾ 2, 3, 4 പേരൊക്കെ വെച്ച് ഒരുമിച്ച് കൂടി ഏകദേശം 100 പേർക്ക് അടുത്ത് ഒരുമിച്ച് കൂടിക്കാം. പ്രധാനമായിട്ടും ഒന്ന് പരിശ്രമത്തിന്റെ ഈ കാലയളവിലുള്ള അവസ്ഥ എന്തായിരുന്നു, അതിനെക്കുറിച്ചുള്ള കാർഗുചാരിയും പിന്നീട് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള മഷവറയായിരുന്നു. അപ്പൊ അതില് തിങ്കളാഴ്ച വൈകുന്നേരം അതോടുകൂടി ആരംഭിച്ചു. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ബഹർ കഴിഞ്ഞുള്ള മജ്‌ലിസ് അസറിന് മുമ്പായിട്ട് അവസാനിക്കുകയും ചെയ്തു. അതിൽ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം അസർ മഗ്‌രിബിലെ കാർഗുചാരികളായിരുന്നു ഓരോ സ്റ്റേറ്റിന്റെയും അവസ്ഥകൾ പറഞ്ഞു. പിന്നെ അഭിപ്രായങ്ങൾ കേട്ടു, എന്താ ചെയ്യേണ്ടത്. പിറ്റേ ദിവസം രാവിലെ, ചൊവ്വാഴ്ച ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ഇബ്രാഹിം സാഹിബിന്റെ മജ്‌ലിസ് ഉണ്ടായിരുന്നു. നാസ്തയ്ക്ക് മുമ്പായിട്ട് പിരിഞ്ഞു. നാസ്തയ്ക്ക് ശേഷം വീണ്ടും ഒരു 10:30 മണിയായപ്പോൾ ഒരുമിച്ച് കൂടി. മൗലാന സാഹിബിന്റെ തർഗീബ് ഉണ്ടായിരുന്നു. അതിനുശേഷം അജായിബിന് വേണ്ടി ഓരോ സ്റ്റേറ്റുകാരെയും മാറ്റി ഇരുത്തി നമസ്കാരം. അതിനുശേഷം കുറച്ചു നേരം ഫാറൂഖ് ഭായിയുടെ ചെറിയൊരു സംസാരം കർമ്മചാരികളുമെല്ലാം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസ്ഥകളെ കുറിച്ച്, പരിശ്രമത്തെ കുറിച്ച് ചെറിയൊരു സംസാരമുണ്ട്. പിന്നെ ദുഹർ നമസ്കാരത്തിന് ശേഷമുള്ള ഇബ്രാഹിം സാഹിബിന്റെ കുറച്ചു നേരത്തെ സംസാരവും, പിന്നെ അതിനുശേഷം ദുആയും, അതോടുകൂടി മജ്‌ലിസ് അവസാനിച്ചു. അപ്പൊ ഇപ്പം പറയാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ മൗലാന ഇബ്രാഹിം സാഹിബിന്റെ മജ്‌ലിസിന്റെ ആ മുസാക്കറകള്, ആ സംസാരത്തിൽ നിന്നും എഴുതിയെടുത്ത, നമ്മൾ നോട്ട് ചെയ്ത പോയിന്റുകളാണ്. അത് പൂർണ്ണമായി നീണ്ട ഒരു ബയാനായിരുന്നു. ഏകദേശം 2 മണിക്കൂറിന് മേളിൽ, 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു. സുബഹി കഴിഞ്ഞ് തുടങ്ങി ഏകദേശം 8 മണി 8-8:30 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബയാന്റെ അതിൽ നിന്നും എഴുതിയെടുത്ത വിഷയങ്ങള് അത് മുദാക്കറ ചെയ്യാനാണ് തീരുമാനിച്ചത്. അതാണ് ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. ആ ബയാൻ തുടങ്ങിയപ്പം ആദ്യം തന്നെ നമ്മുടെ കൊല്ലത്തും ഇതേ വിഷയം, തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കേണ്ടത്. സാധാരണ രീതിയിൽ തബ്ലീഗ് എന്ന് പറഞ്ഞാല് മറുപടി പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നത് 5 അമലുകള്, 4 മാസം പുറപ്പെടല്, 40 ദിവസം പോകല്, തശ്കീല്, ജമാഅത്തിൽ പുറപ്പെടുവിക്കൽ, മഖാമി അമലുകള്, ഇതൊക്കെയാണ് തബ്ലീഗ് ദഅവത്തിന്റെ പരിശ്രമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തബ്ലീഗിന്റെ പരിശ്രമം എന്ന് പറഞ്ഞാല് ഓരോരുത്തരും ഉത്തരവാദിത്തത്തെ ദീനിന്റെ പേരിൽ അല്ലാഹുവിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി അതിനെ പൂർത്തീകരിക്കുകയും ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധമുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തബ്ലീഗ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് മഖാമി അമലുകളാണെങ്കിലും 4 മാസമാണെങ്കിലും 40 ദിവസമാണെങ്കിലും ഇതെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുക,
ഉത്തരവാദിത്വ ബോധമുള്ളവരായി തീരുക, ആ ഉത്തരവാദിത്വത്തെ പൂർത്തീകരിക്കുന്നവരായി. ഒരു മോമിൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം എന്താണ്? ഓരോ ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുകയും അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനാണ് തബ്ലീഗ് എന്ന് പറയുന്നത്. ഇതേ വിഷയം മൗലാന നേരത്തെ ഇവിടെ കൊല്ലത്ത് വന്നപ്പോഴും ഇതേ വിഷയം തന്നെ പറഞ്ഞു. ഈ ഒരു വിഷയം കൊണ്ടാണ് മൗലാന അവിടെ ഡൽഹിയിൽ വെച്ച് സംസാരം തുടങ്ങിയത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതായിരുന്നു, തങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള തങ്ങളുടെ ചിന്ത, അതിനെക്കുറിച്ചുള്ള ഫിക്ർ, അതിനെ പൂർത്തീകരിക്കാനുള്ള പരിശ്രമം, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഉത്തരവാദിത്വം എങ്ങനെ പൂർത്തീകരിക്കുന്നു, എങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതാണ് കാർഗുസാരി എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഉത്തരവാദിത്വം, ജീവിതം നൽകി, ഉത്തരവാദിത്തങ്ങൾ നൽകി. ഇനി നാളെ അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയും ചെയ്യും. പറഞ്ഞൊരു അമാനത്താണ് ദീൻ എന്ന് പറയുന്നത്, അമാനത്താണ്. മൗലാനയുടെ സാധാരണ വിഷയങ്ങളാണ് സംസാരത്തിൽ മൗലാന എപ്പോഴും പറയുന്ന കാര്യം. അപ്പൊ ദീന് അമാനത്താണ്. ആ അമാനത്തിനെ പൂർത്തീകരിക്കുക. പ്രകാരം അമാനത്ത്, ഒരാൾ നമ്മളോട് ഒരു അമാനത്ത് ഏൽപ്പിക്കുന്നു, കുറച്ച് കാശ് നമ്മൾ അമാനത്തായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പൊ സാധാരണ രീതിയിൽ അത് നൽകുമ്പോഴും അത് എണ്ണി കൊടുക്കും, ഇത്ര കാശ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. തിരിച്ചു കൊടുക്കുമ്പോഴും അതേപോലെ എണ്ണി തിരിച്ചു കൊടുക്കും. അമാനത്തിന്റെ ഇതാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ഇനി നാളെ തിരിച്ചതിനെ കുറിച്ചുള്ള കണക്കുചോദ്യം ഉണ്ടാവും. അമാനത്താണ്. എപ്രകാരം നമ്മൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും അത് അനുഭവിക്കുകയും ചെയ്തോ, ദുനിയവിയ അനുഗ്രഹങ്ങളാണെങ്കിലും ദീനിയ അനുഗ്രഹങ്ങളാണെങ്കിലും തിരിച്ച് എണ്ണി അതിന് കണക്ക് പറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അമാനത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ദീനിന്റെ പരിശ്രമം, തബ്ലീഗിന്റെ ദഅവത്തിന്റെ പരിശ്രമം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും ഈ വിഷയത്തെ അവരുടെ ജീവിതത്തിൽ മുമ്പിൽ വെച്ചിരുന്നു. അവരുടെ ലക്ഷ്യം അതായിരുന്നു, ആഖിറം അവരുടെ ലക്ഷ്യമായിരുന്നു. മൗലാന സാനം പറയുന്ന ഒരു വാക്കാണ് ഇന്നമാ ഹിമമുനൽ ആഖിറ. സഹാബാക്കൾ പറയുമായിരുന്നു, ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ആഖിറമാണെന്ന് പറയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതം അല്ലാഹു തആല ജീവിതവും മരണവുമെല്ലാം ഈ ലോകത്ത് നൽകിയിരിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ലോകത്ത് ജീവിതവും മരണവുമെല്ലാം അല്ലാഹു തആല നൽകിയിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? നിങ്ങൾ ആരാണ് നല്ല അമൽ ചെയ്യുന്നത്, ഉത്തമമായ പ്രവൃത്തികൾ ചെയ്യുന്നത്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് ആരാണ് നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നൽകിയിരിക്കുന്നത്. അപ്പൊ നല്ല അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അല്ലാഹു തആല അനുവദിക്കാത്ത കാര്യങ്ങൾ, നിരോധിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുകയും അല്ലാഹു തആലയുടെ കൽപ്പനകൾക്ക് തയ്യാറാകുകയും ആ കൽപ്പനകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ല അമലുകൾ എന്ന് പറഞ്ഞാൽ. അതാണ് അപ്പൊ അള്ളാഹുവിന്റെ അതിരുകൾ, അതിര് ലംഘിക്കാതിരിക്കലാണ് നല്ല അമൽ എന്ന് പറയുന്നത്. അതിനെ ലംഘിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നല്ല പ്രവൃത്തികൾ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ഒരു അധികാരിയും അല്ലെങ്കിൽ ഒരു ഭരണകൂടവും തന്റെ അധികാരത്തിലുള്ള പരിധികൾ ലംഘിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ആരും ചെയ്യുന്ന ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ അനുവദിക്കുകയും ചെയ്യുകയോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, തഖ്വയോടുകൂടിയുള്ള ജീവിതം, സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം. അവിടെ സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദീനിന്റെ വിഷയത്തിലുള്ള സൂക്ഷ്മത നമ്മൾ നിസ്സാരമായിട്ട് കാണും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ, ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മത കാണിക്കേണ്ടി വരും. സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അതിന്റെ അപകടങ്ങൾ വളരെ വലുതാണ്. വളരെ ഉദാഹരണം പറയണ്ട. ഉദാഹരണത്തിന് വീട്ടില് ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്, അടുപ്പില് പാചകം ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ ഗ്യാസിന്റെ കാര്യത്തിൽ സൂക്ഷ്മത ആവശ്യമാണ്.
എപ്പോഴും അത് അടച്ചു വെക്കുക, അത് ലീക്കാകാതിരിക്കുക, ഇതൊക്കെ അതിന്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. മല പറയുണ്ടായി, മല അറിയാവുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുപോലെ രാത്രി എന്തോ ഗ്യാസ് അത് കൂട്ടി വെക്കാൻ, അത് അടച്ചു വെക്കാൻ മറന്നുപോയി, ലീക്കായി, അറിയാതെയോ അറിഞ്ഞോ എന്തോ സംഭവിച്ചു. അപ്പൊ ഈ രീതിയിൽ ഗ്യാസ് വീട്ടിലെല്ലാം അത് വ്യാപിക്കുകയും ഈ ഒരു സൂക്ഷ്മത ഇല്ലായ്മ ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുവരും. ശരിയാണ്. അതേപോലെ ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മത വളരെ ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാണ് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ വരെ സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക്. അതുപോലെ തന്നെയാണ് ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിതം. അതുകൊണ്ട് അമലുകള് അതില് പ്രധാനമായും 3 കാര്യങ്ങൾ പറയുണ്ടായി. ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തെ അമല്, മൂന്നാമതായിട്ട് അതിന്റെ ശരിയായ തർത്തീബ്. അമലിൽ ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നിയ്യത്ത് ശരിയായിരിക്കണം, ഇഖ്ലാസ്. രണ്ടാമത്തത് അമൽ ചെയ്യുക, അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുക. മൂന്നാമത് അതിന്റെ ശരിയായ രീതിയിൽ അതിന്റെ തർത്തീബ് ശരിയായിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്താവും, അമല് ഇബാദത്താവുന്നതിന് പകരം അത് അമൽ എന്തായി പോകും, ശീലമായി പോകും, അതൊരു ആചാരമായി പോകും, അത് ജീവൻ ഉണ്ടാവുകയില്ല. കാരണം ശരിയായ നിയ്യത്തല്ല, ശരിയായ തർത്തീബല്ല എങ്കിൽ അത് ശീലമായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിയ്യത്തുകളെ നോക്കുന്നു. എന്താണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഉദ്ദേശം? ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ കേൾക്കുന്ന കാര്യമാണ്. ഇഖ്ലാസ് ഉള്ളവർ അവർ സന്മാർഗ ദീപങ്ങളാണ്, സന്മാർഗത്തിനെ വഴി കാണിച്ചു കൊടുക്കുന്നവരാണ് ഇഖ്ലാസ് ഉള്ളവർ. അവരുടെ അമലിൽ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്, നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇഖ്ലാസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം, അമലിന്റെ ലക്ഷ്യം, പ്രവൃത്തിയുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി ആയിരിക്കണം. കാരണം ആരും തന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എത്ര അമൽ ചെയ്ത്, കൂടുതൽ അമൽ ചെയ്തതിന്റെ പേര് സ്വർഗത്തിലെ പ്രവേശനം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആയിരിക്കണം ലക്ഷ്യ അമലുകൾ. അമലുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല, അള്ളാഹു താലയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയാൽ മനുഷ്യന് ഈ ലോകത്തും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി, ഞാൻ പറയുണ്ടായി, ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് തബ്ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ലക്ഷ്യം സഹാബാക്കൾ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ലക്ഷ്യം എപ്പോഴും ആഖിറമായിരിക്കണം. പക്ഷെ ഇന്ന് മൗലാന പറയുണ്ടായി, ഇന്ന് ആഖിറം നമ്മുടെ മനസ്സുകളിൽ നിന്നും മറഞ്ഞുപോയി, ആഖിറത്തിന്റെ ചിന്ത ഇല്ലാതായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിത്തീരണം. അതിനുവേണ്ടി ദീനിന്റെ കുറിച്ചുള്ള അറിവ്, ദീനിന്റെ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. കാരണം ശരിയായ ദിശയിലേക്ക് നമ്മുടെ ജീവിതം തിരിയണം, ശരിയായ ലക്ഷ്യത്തിലേക്ക്, ശരിയായ ദിശയിലേക്ക്. ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ദിശ ആഖിറത്തിലേക്ക് തിരിയാം. ദുനിയാവ് ഇത് അല്ലാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇന്ന ദുനിയ ഖുലിഖത് ലക്കും വഅൻതും ഖുലിഖ്തും ലിൽ ആഖിറ. ഹദീസിൽ വരുന്ന പോലെ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ഇത് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ നിങ്ങളാണെങ്കിലോ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലാഹു തആല ദുനിയാവിലുള്ള വസ്തുക്കൾ നമുക്ക് നൽകി. അപ്പൊ ഈ ലോകത്തിലെ വസ്തുക്കൾ ഇത് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്, നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ ഇത് നമ്മുടെ ലക്ഷ്യമല്ല. കാരണം ഇത് ആരും നമ്മൾ കൊണ്ടുപോയില്ല ഒരിക്കലും. ഒരു ഉദാഹരണം പറയണ്ടായി, ഒരാൾ കിണർ കുഴിക്കുന്നു, ആ കിണർ വെള്ളം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോ ആ വെള്ളത്തിന്റെ പ്രയോജനം അയാൾക്ക് അതിൽ നിന്നും എടുക്കാൻ സാധിക്കും, പക്ഷെ കിണർ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല.
അതിൽ നിന്ന് വെള്ളം എടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ കിണർ കുഴിക്കുന്ന ആള് അയാളുടെ കിണറാണ്, അയാൾ കുഴിച്ച കിണറാണ് പറഞ്ഞു ആ കിണർ അയാൾക്ക് എടുത്തോട്ട് പോകാനോ അല്ലെങ്കിൽ എടുക്കാനോ സാധിക്കത്തില്ല. അതിൽ നിന്ന് വെള്ളം മാത്രം എടുക്കാൻ പറ്റും. അതുപോലെ ദുനിയാവ് നമ്മൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള, പക്ഷെ ദുനിയാവ് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയില്ല. ആഖിറമാണ് നമുക്ക് എന്നേക്കുമായിട്ടുള്ളതും നമുക്കുള്ളതുമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരെ ആഖിറത്തിനെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റി. അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതം അല്ലാഹു തആല അവന്റെ അടിമയായിട്ട് നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു. ഈ ലോകത്തെ ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ലോകത്ത് അല്ലാഹു തആല നമ്മളെ അയച്ചിരിക്കുന്നത്. ആഖിറത്തിലെ ജീവിതത്തിലെ ഒന്ന് അവിടെ പ്രതിഫലം, ജസാ, യഥാർത്ഥത്തിലുള്ള ജസാവും ബഖാവും, ഈ രണ്ട് കാര്യവും ആഖിറത്തിലാണ്. ഒന്ന് യഥാർത്ഥ പ്രതിഫലം ആഖിറത്തിലാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്, എല്ലാ അമലുകളുടെയും പ്രതിഫലം. അപ്പൊ ജസാ പ്രതിഫലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആഖിറത്തിലാണ്. പിന്നെ ബഖാവും ആഖിറത്തിലാണ്. ആ പ്രതിഫലം കിട്ടുക മാത്രമല്ല, അത് അവശേഷിക്കുകയും ചെയ്യും. അവന് ഉള്ളത് തന്നെയാണ്, എന്നേക്കും അവന്റേതാണ്. ഈ രണ്ട് കാര്യവും ഈ ലോകത്ത് കിട്ടുകയില്ല. യഥാർത്ഥ പ്രതിഫലവും ഇവിടെ കിട്ടാൻ പറ്റിയില്ല, ഒരു കിട്ടിയൊന്നും നിലനിൽക്കുകയുമില്ല. അപ്പൊ ജസാവും ആഖിറത്തിലാണ്, ബഖാവും ആഖിറത്തിലാണ്. അവശേഷിക്കുക, അത് എന്നേക്കും നിലനിൽക്കുന്നതും ആഖിറത്തിലാണ്. ആഖിറത്തിന് വേണ്ടി തയ്യാറാക്കുക, അതിനെ തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ മുമ്പിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം ഒരാളെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തെ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടും. സഹാബാക്കൾ ചോദിച്ചു, ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എല്ലാ വാതിലുകളിൽ നിന്നും, സ്വർഗത്തിലെ ഓരോ വാതിലുകൾ അതിന് ചില സിഫത്തുകളുണ്ട്, ചില അമലുകൾക്ക് പ്രത്യേക ബന്ധമുണ്ട്. നോമ്പിന്റെ വാതിൽ, സദക്കയുടെ വാതിൽ, അല്ലെ ഇതുപോലെ ഓരോ അമൽ. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഈ അമലുകളിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എല്ലാ വാതിലുകളും വിളിക്കും, ഈ എന്നിൽ കൂടി നിങ്ങൾ കടന്നു വരി. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിളിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ സഹാബാക്കൾ റളിയല്ലാഹു തആല അജ്മഈൻ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആഖിറത്തിനെ ലക്ഷ്യമാക്കി അവർ പ്രവർത്തിച്ചു. അമലുകളിൽ മുന്നേറി അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി. പക്ഷെ ഇന്ന് മൗലാന പറയുണ്ടായി, ഇന്ന് ആഖിറത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ആഖിറത്തിന്റെ ആ വിപണി, അല്ലെങ്കിൽ ആ മാർക്കറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്ഥലം, അത് കാലിയായി കിടക്കുകയാണ്, അല്ലെങ്കിൽ വിജനമായി കിടക്കുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ എല്ലാവരുടെയും പരിശ്രമം ദുനിയാവിന് വേണ്ടിയായിരിക്കും. ആഖിറത്തിന് വേണ്ടിയുള്ള പരിശ്രമം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിനുവേണ്ടി സമ്പാദിക്കൽ, ആ മാർക്കറ്റ് ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ വിജനമായി കിടക്കുകയാണെന്ന് പറയാം. കാരണം എല്ലാവരും ചിന്ത ദുനിയാവിലേക്ക് മാറിപ്പോയി. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ ജീവിതത്തിലെല്ലാം ത്യാഗങ്ങൾ, അർപ്പണങ്ങൾ എല്ലാം ത്യാഗം ചെയ്യാൻ, ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായി ആഖിറത്തിലേക്ക് വേണ്ടി, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തബ്ലീഗിന്റെ പരിശ്രമം, തബ്ലീഗ് എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്ത് അള്ളാഹു തീരുമാനിക്കുന്ന മാത്രമേ നടപ്പിലാവൂ. മനുഷ്യൻ ചിന്തിക്കും, അവസ്ഥകൾ വരുമ്പോൾ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇനി അത് വരാൻ പോവാണ്, ഇങ്ങനെ സംഭവിക്കാൻ പോവാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ആർക്കും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ഇനി എന്ത് സംഭവിക്കും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്ത് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അത് നടക്കും. അല്ലാതെ എന്ത് സംഭവിക്കും, എന്ത് നടക്കും, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ആകാൻ പോകുന്നത് മുന്നോട്ട്, പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്ത് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അത് നടക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമാണ് ഈ ലോകത്ത് നടപ്പിലാവുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല പറയുണ്ടായി അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇത് അല്ലാഹുവിന്റെ പിടിയിലാണ്. സൃഷ്ടിപ്പും തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും. അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന, നിയന്ത്രണം. ഇത് രണ്ടും അല്ലാഹുവിന്റെ കയ്യിലാണ്. സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ മാത്രം സിഫത്താണ്. കാരണം സൃഷ്ടാവായിട്ട് മറ്റാരുമില്ല. എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം അല്ലാഹു തആല, മറ്റാർക്കും സൃഷ്ടിക്കാൻ പറ്റിയില്ല. എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഗുണം, ആ കഴിവ് അത് അല്ലാഹുവിനുള്ള മാത്രം. നിയന്ത്രണവും അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് പിന്നെ അവന്റെ നിയന്ത്രണത്തിൽ നിന്നെല്ലാം ഇല്ലാതായി പോയി, പിന്നെ എല്ലാം സ്വന്തമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയല്ല. സൃഷ്ടിച്ചവരും അവനാണ്. അതിനുശേഷം അതിന്റെ നിലനിൽപ്പ്, അതിന്റെ നിയന്ത്രണം, അതിന്റെ കൺട്രോള് എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ അശക്തനല്ല അതിൽ നിന്ന്. എന്നാൽ ഈ ലോകത്ത് ആരെങ്കിലും കാര്യം ഉണ്ടാക്കുന്നു, അത് ചിലപ്പോൾ ആ ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന ആളിന്റെ നിയന്ത്രണത്തിൽ പോലും ആയിരിക്കും. ഉദാഹരണം പറഞ്ഞു, ഒരാൾ ചെരുപ്പുണ്ടാക്കുന്ന ആള്, ചെരുപ്പ് ഏറ്റവും നല്ല ചെരുപ്പുണ്ടാക്കി, ചിലപ്പോ ആ ചെരുപ്പ് ഇടുന്ന കാലിന് ചേരാത്ത അല്ലെങ്കിൽ സൈസ് മാറിപ്പോകും, തെറ്റ് സംഭവിക്കാം. കാരണം അത് അയാളുടെ നിയന്ത്രണത്തിലല്ല. ചിലപ്പോ ഒരാള് നല്ല വസ്ത്രം തയ്ക്കുന്ന ആള് തയ്ച്ചു കഴിയുമ്പോൾ വസ്ത്രം ഇതായിപ്പോയി, ചെറുതായിപ്പോയി അല്ലെങ്കിൽ വലുതായി. കാരണം എന്താ? അത് അവന്റെ നിയന്ത്രണത്തിലല്ല. അവൻ സൃഷ്ടാവല്ല. നിയന്ത്രണം അവന്റെ കയ്യിലല്ല. അവര് തെറ്റ് സംഭവിക്കും. അവന് ഒരു ജോലി ചെയ്യുന്ന ആള് മാത്രമാണ്, ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമാണ്. സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു, അവൻ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അവൻ പകലില് രാത്രിയെ കൊണ്ടുവരുന്നു, രാത്രിക്ക് ശേഷം പകൽ കൊണ്ടുവരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചം കൊണ്ടുവരുന്നവനവനാണ്. വെളിച്ചത്തിൽ നിന്നും വീണ്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അവൻ ജീവിതത്തിൽ നിന്നും മരണത്തെ കൊണ്ടുവരുന്നു. മരണപ്പെട്ട ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവിക്കുന്ന വസ്തുക്കളെ, ജീവനുള്ള വസ്തുക്കളെ അവൻ സൃഷ്ടിക്കുന്നു. അവന്റെ ദിവസങ്ങൾ, പകലുകൾ ചില സമയത്ത് ചുരുക്കി കൊണ്ടുവരുന്നു, രാത്രി ദൈർഘ്യമുള്ളതാക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ രാത്രിയെ ചുരുക്കുന്നു, പകലുകൾ ദൈർഘ്യമുള്ളതാക്കും. ഇതെല്ലാം ആർക്ക് സാധിക്കുന്നു? അല്ലാഹു തആലയ്ക്ക് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിപ്പും അവന്റേതാണ്, നിയന്ത്രണവും ഭരണവും അധികാരവും അവന്റേതാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഈ ആയത്ത് പറഞ്ഞിട്ട് പോലെ പറയുണ്ടായി. സൃഷ്ടിപ്പും അവന്റെ മാത്രമാണ്, നിയന്ത്രണവും അള്ളാഹുവിന്റെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഈ ലോകത്ത് നടപ്പിലാകുന്നത്. അവന്റെ തീരുമാനങ്ങൾ ആർക്കും മാറ്റാൻ സാധിക്കുന്നതല്ല. അവൻ എന്ത് തീരുമാനിച്ചത് നടക്കും. മറ്റാർക്കും അതിൽ യാതൊരു മാറ്റവും. അതുകൊണ്ട് നമ്മള് അള്ളാഹുവിനെ കുറിച്ച് അറിയുക, ആ അറിവുണ്ടായിത്തീരുക. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വലിപ്പത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹു തആല എങ്ങനെയാണ് പെരുമാറുന്നത്, അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇത് മനുഷ്യൻ അറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നോ അതനുസരിച്ചാണ് അതിന്റെ ഫലം ഉണ്ടാകുന്നത്. ഒരാൾ അതിന്റെ കൃഷി ചെയ്തു, അപ്പോൾ അരിയാണ് അവന് കിട്ടുന്നത്. ഗോതമ്പിന്റെ കൃഷി ചെയ്തു, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് ഗോതമ്പാണ്. അതേപോലെ മനുഷ്യൻ ഈ ലോകത്ത് ഏത് വഴിയിൽ പരിശ്രമിക്കുന്നോ അതിന്റെ ഫലവും അവന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടത്തുന്ന കാര്യങ്ങൾ അതെല്ലാം അവന്റെ ഹിക്മത്തും അറിവോടും കൂടിയാണ് ഈ ലോകത്ത് നടത്തുന്നത്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവനൊരു ഹിക്മത്ത്, അതിന്റെ പിന്നിൽ ഹിക്മത്ത് ഉണ്ടാവും, അള്ളാഹുവിന്റെ അറിവുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ഹിക്മത്ത് ചിലപ്പോൾ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകുകയില്ല, പിന്നീടായിരിക്കും മനസ്സിലാകുന്നത്. അള്ളാഹു തആലയുടെ ഹിക്മത്ത്, കാരണം മനുഷ്യന് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് അള്ളാഹു തആല ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കും, പലപ്പോഴും ചിലര് ചോദിക്കുകയും ചെയ്യും. പക്ഷെ ഓരോ കാര്യത്തിന്റെ ഹിക്മത്ത് അള്ളാഹുവിനെ അറിയുള്ളൂ. എന്തെല്ലാം ഈ ലോകത്ത് നടപ്പിലാകുന്നു അതെല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവന്റെ പെരുമാറ്റത്തെ കുറിച്ച് അറിയുക, അവന്റെ ഹിക്മത്തിനെ കുറിച്ച് അറിയുക ആവശ്യമാണ്. കാരണം ഇതെല്ലാം അറിയാത്ത ഒരാൾക്ക്
അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ സാധിക്കില്ല. ഇൽമെന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. അറിയുക, ജ്ഞാനം. കാരണം അറിവില്ലാത്ത ഒരാൾ അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഇല്ലാത്തവൻ അള്ളാഹുവിന്റെ കടമകളും അറിയുകയില്ല, മറ്റുള്ളവരുടെ കടമകളും അറിയുകയില്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷം അള്ളാഹു തആല അദ്ദേഹത്തെ ഉയർത്തി. അതിനുശേഷം 600ഓളം വർഷം ഈ ലോകത്ത് അജ്ഞതയും അന്ധകാരവുമായിരുന്നു. ആ സമയത്താണ് പിന്നീട് 600 വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ പറയും ജാഹിലിയ കാലഘട്ടം എന്ന് പറയും. പറഞ്ഞാൽ അജ്ഞതയുടെ, അന്ധകാരത്തിന്റെ കാലഘട്ടം. ഒന്ന് അജ്ഞത എന്ന് പറയുന്നത് അറിവില്ലായ്മ, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുക. ഇത് ഒരു അന്ധകാരം പോലാണ്, ഇരുട്ട് പോലാണ്. അപ്പൊ ഈ ഇരുട്ടും മാറുന്നത് വെളിച്ചം വരുമ്പോഴാണ്. അപ്പം ജഹാലത്ത് എന്ന് പറയുന്നത് ഇതൊരു ഇരുട്ടാണ്. അറിവില്ലായ്മ, അല്ലെങ്കിൽ അറിവില്ലാതിരിക്കുക അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ കടുപ്പമുള്ള അവസ്ഥയാണ് ജാഹിലിയ എന്ന് പറയുന്നത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം പറയുണ്ടായി. ഒരു അന്ധകാരവും അന്ധതയും പോലുള്ള ഒരു വ്യത്യാസമാണ്. അന്ധകാരമാണെങ്കിൽ, അതായത് ഇരുട്ടാണെങ്കിൽ അത് വെളിച്ചം കൊണ്ടുവന്നാൽ അതിൽ മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷെ ചില സമയത്ത് മനുഷ്യന്റെ ഹൃദയങ്ങൾ അന്ധമായി കഴിഞ്ഞാൽ, ഒരാൾ കണ്ണുകൊണ്ട് അന്ധനാണ്, വെളിച്ചം കൊണ്ടുവന്നാലും പ്രകാശം ഉണ്ടെങ്കിലും പ്രകാശത്തിൽ കാണാൻ പറ്റില്ല, കാരണം അന്ധനായി. അപ്പൊ ഈ പോലെയാണ്, ഒന്ന് അജ്ഞതയുണ്ട്, അത് അന്ധകാരമാണ്. ഒന്ന് ഹൃദയങ്ങൾ അന്ധമായി പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ തങ്ങളുടെ കാലത്തും എത്രയോ ആളുകൾ എല്ലാ അവസ്ഥകളും മാറിയിട്ടും അവസാനം അംഗീകരിക്കാൻ തയ്യാറായി, കാരണം അന്ധമായി പോയിട്ടുണ്ട്. അപ്പൊ ജഹാലത്ത്, ജാഹിലിയത്ത്, ഇതെല്ലാം മനുഷ്യനെ അള്ളാഹുവിന്റെ കടമകൾ മറപ്പിച്ചു കളയും, അല്ലെ അറിവില്ലാത്ത അവസ്ഥയാക്കും. ജനങ്ങളോടുള്ള, മറ്റുള്ളവരുള്ള കടമയും ചെയ്യാത്ത. അതുകൊണ്ട് ദീനിനെ, അള്ളാഹുവിനെ അറിയൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കൽ, ദീനിനെ മനസ്സിലാക്കൽ, ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അവന്റെ പെരുമാറ്റത്തെ മനസ്സിലാക്കൽ, അവന്റെ ഹിക്മത്തിനെ മനസ്സിലാക്കൽ. ഒരു സംഭവം പറയണ്ടായ അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാവശ്യം സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഒരാളെ കാണുകയുണ്ടായി. വളരെ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും പ്രയാസത്തിലുള്ളതാണ്. ശരീരം മുഴുവനും മറയ്ക്കാൻ പോലുള്ള വസ്ത്രം പോലും ഇല്ല. അദ്ദേഹം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുമ്പോൾ ഒരു കുഴി പോലുള്ള സ്ഥലത്ത് ഭൂമിയിൽ കുഴിച്ച് നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ശരീരം മുഴുവനും മറയ്ക്കാൻ പോലുള്ള വസ്ത്രമില്ല, അത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, എന്റെ അവസ്ഥ, എന്റെ ബുദ്ധിമുട്ട് താങ്കൾ കാണുന്നു, താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്റെ ബുദ്ധിമുട്ടൊന്ന് അള്ളാഹു തആല മാറ്റിത്തരാൻ പറ്റും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന മനുഷ്യനാണല്ലോ. ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു അദ്ദേഹത്തിന്റെ അവസ്ഥ മാറ്റണം. എന്നിട്ട് ദുആ ചെയ്തിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. അപ്പൊ ഈ ദുആയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. കാശ്, സമ്പത്ത്, സൗകര്യം എല്ലാം ഉണ്ടായി. ഇതൊന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അറിഞ്ഞിട്ടുണ്ടാകുകയില്ല. അവിടുന്ന് പോകട്ടെ. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു സ്ഥലത്ത് ഒരു ആൾക്കൂട്ടം ഒരു ബഹളം കണ്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഒരാള് മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കി. അവസാനം ആരോടാണ് വഴക്കുണ്ടാക്കി? അയാളെ കുത്തി കൊലപ്പെടുത്തി. അവിടെ കൊല സംഭവിച്ചു, കൊന്നുകളഞ്ഞ ഒരാൾ. അങ്ങനെ ആൾക്കൂട്ടം വന്നു. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി ആരാണ്, എന്താണ് സംഭവിച്ചെന്ന് നോക്കിയപ്പോൾ കൊലയാളിയെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആളെ നോക്കിയപ്പോൾ ഓർമ്മ വന്നു, അന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ആളാണ്. അപ്പൊ ചിലപ്പോ അള്ളാഹു തആല ചിലർക്ക് ഖൈർ വെച്ചിരിക്കുന്ന ദാരിദ്ര്യത്തിലാണ്. അയാൾ പട്ടിണിയും ദാരിദ്ര്യത്തിലും താമസിക്കുന്നു. പക്ഷെ കാശ് വന്നപ്പോ, സമ്പത്ത് വന്നു, അപ്പൊ പിന്നെ മദ്യപിക്കാൻ തുടങ്ങി, പല കാര്യങ്ങൾ അഹങ്കാരം വന്നു, മറ്റൊരാളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ. അപ്പൊ ഈ ഉദാഹരണം പറഞ്ഞത് വെച്ചാല്, ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹിക്മത്ത്. ആ മനുഷ്യനെ ദാരിദ്ര്യത്തിൽ അള്ളാഹു തആല ബുദ്ധിമുട്ടിൽ വെച്ചിരുന്നത് അയാൾക്ക് അതായിരുന്നു ഖൈർ.
അപ്പൊ ഇതുപോലെ അള്ളാഹു താലയുടെ കാര്യങ്ങൾ, അവന്റെ തീരുമാനങ്ങൾ, അവൻ ഈ ലോകത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം ഹിക്മത്തുകളുണ്ട് എന്റെ പിന്നിൽ. ഇതിനെല്ലാം പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാകില്ല നമുക്ക്. പെട്ടെന്ന് കാണുമ്പോൾ അതിന്റെ ഹിക്മത്ത് എന്താന്ന് മനസ്സിലാവും. പക്ഷെ അതിന്റെ പിന്നിൽ വലിയ, അപ്പൊ ചിലരുടെ ഈമാനിനും അവരുടെ സ്വഭാവത്തിനും അവരുടെ ജീവിതത്തിനെല്ലാം ഹൈറ് ദാരിദ്ര്യമായി അള്ളാഹു തആല ചിലപ്പോൾ അവന്റെ ഹിക്മത്ത് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിലായിട്ട് ഈ ലോകത്ത്. എന്നാൽ മറ്റു ചിലരുടെ ചിലപ്പോൾ അവരുടെ നന്മ, അവരുടെ ഈമാന്റെ സംരക്ഷണം, അവരുടെ ദീന്റെ സംരക്ഷണം സന്തോഷത്തിന്റെ അവസ്ഥയിലായിരിക്കും, അല്ലെ സമ്പത്തിന്റെ അവസ്ഥയിലാണ്. അള്ളാഹു തആല ചിലപ്പോൾ അവർക്ക് അവരെ സന്തോഷത്തിന്റെ അവസ്ഥയിൽ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതുകൊണ്ട് ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഈ ലോകത്ത് നടപ്പിലാകുന്നത് എല്ലാത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അതായത് അവന്റെ ശക്തി, അള്ളാഹുവിന്റെ സുന്നത്ത്, അവൻ ഈ ലോകത്ത് നടപ്പിലാക്കുന്ന രീതികൾ, ഇതിനെക്കുറിച്ച് അറിയുക, ഇതിനെ മനസ്സിലാക്കുക, ഇത് വലിയ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ മനുഷ്യന് അള്ളാഹുവിനുള്ള കടമകൾ മനസ്സിലാക്കാൻ, അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനെല്ലാം സാധിക്കും. അള്ളാഹുവിനെ അറിയുകയും തിരിച്ചറിയുകയും അവന്റെ തീരുമാനങ്ങളും അവന്റെ ഖുദ്റത്തും ഇതെല്ലാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവനെ അനുസരിക്കാനും ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം അവന്റെ കയ്യിലാണ്. സമ്പന്നത അള്ളാഹു തആല കൊടുക്കുന്നു. ഒരാളെ ബുദ്ധിമുട്ടിലാണെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ അള്ളാഹു തആലയാണ്. ആരോഗ്യം നൽകുന്നവനും അവനാണ്, സൃഷ്ടിക്കുന്നവനും അവനാണ്, ജീവിതം നൽകുന്നവനും അവനാണ്, മരണം നൽകുന്നവനും അള്ളാഹു തആലയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അള്ളാഹുവിൽ നിന്നും നല്ല പ്രതീക്ഷകൾ വെക്കണം. നല്ല പ്രതീക്ഷകൾ, അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെക്കുക. നല്ല പ്രതീക്ഷകൾ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കാൻ കാരണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സഹാബി ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോടാണ് തോന്നുന്നു കൈയുണ്ടായി, അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷകൾ വെക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി എപ്പോഴും നന്മയാണ് ആഗ്രഹിക്കുന്നത്, അത് വിജയമാണ് ആഗ്രഹിക്കുന്നത്. ദുനിയാവിന്റെ എല്ലാ അവസ്ഥകളും അള്ളാഹുവിന്റെ കയ്യിലാണ്. അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് അവസ്ഥകൾ നിലനിൽക്കുകയില്ല. നല്ല അവസ്ഥകളാണെങ്കിൽ അതും മാറും, ബുദ്ധിമുട്ടിന്റെ അവസ്ഥകളാണെങ്കിൽ അതും മാറും. ഒരിക്കലും ഒന്നിനും നിലനിൽക്കില്ല. ഇവിടെ കുട്ടി യുവാവാവുന്നു, യുവാവ് പ്രായമുള്ളവനായിത്തീരുന്നു, ആരോഗ്യമുള്ളവൻ അസുഖമുള്ളവനായിത്തീരുന്നു, രോഗി ആരോഗ്യമുള്ളവനായിത്തീരുന്നു, രാത്രി പകലായിട്ട് മാറും, പകല് രാത്രിയായിട്ട് മാറും. ഇത് ഈ ലോകത്തെ അള്ളാഹു തആല വെച്ചിരിക്കുന്ന രീതിയാണ്. ഇവിടെ അവസ്ഥകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥകൾ മാറുന്നതും ഇതുമെല്ലാം എന്തിനു വേണ്ടിയാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പറയുന്ന ഒരു പരീക്ഷണത്തിന്റെ സ്ഥലമാണ്. അള്ളാഹു തആല ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഈ അവസ്ഥകള് മാറി മാറി വരുന്ന അവസ്ഥകളിലും ഈ ലോകത്തുള്ള ജീവിതത്തിലും ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്ന എല്ലാ അവസ്ഥകളും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ശ്രദ്ധ എന്താണ്? ഈ അവസ്ഥകൾ, ഏത് അവസ്ഥകളിലാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി അവനെ അനുസരിച്ച് അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ. ഒരു മുഅ്മിന് വരുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും അത് പാഴായി പോകുന്നില്ല എന്നാണ് പറയുന്നത്. ചെറിയ പ്രയാസം ഒരു മുഅ്മിന് വന്നാലും, ഈമാനുള്ള ഒരു മനുഷ്യന് വന്നാല് അതിനും പ്രതിഫലമുണ്ട്. ഉദാഹരണത്തിന് ഒരു സാധനം വെച്ച് മറന്നുപോയി, എവിടാണ്, കാണാതായി. അപ്പോൾ മനസ്സിന് വരുന്ന വിഷമോ എവിടെ പോയി എന്നുള്ള ആ ഒരു വിഷമം. ഒരു ഉദാഹരണം പറഞ്ഞ ഒരു താക്കോൽ സാധനം സംഭവിക്കാറുണ്ട്. താക്കോൽ എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു, അത്യാവശ്യമായിട്ട് നോക്കുമ്പോൾ താക്കോൽ കിട്ടത്തില്ല. ഒരു വിഷമം കിട്ടിയില്ലല്ലോ, എവിടെ പോയി, എന്തായി എന്നുള്ള മനസ്സിലുണ്ടാകുന്ന ആ വിഷമം പോലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പാഴായി പോകുന്നില്ല. അതിന്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ കൊടുക്കും. അതിന്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങൾ പുറത്തു കൊടുക്കും. അതുകൊണ്ട്
ഒരു ചിലപ്പോൾ എത്രയോ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു മുഅ്മിന് ഒരു നിമിഷത്തെ ഒരു വിഷമമായിരിക്കും കാരണമായിരിക്കും. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു നിമിഷം വരുന്ന ചിലപ്പോൾ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, അത് അവന്റെ എത്രയോ പാപങ്ങൾ പൊറുക്കപ്പെടാനും എത്രയോ ദർജാത്തുകൾ ഉയർത്തപ്പെടാനും കാരണമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രാവശ്യം ഖുർആൻ ശരീഫിലെ ഒരു ആയത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കട്ടെ. തങ്ങളെ ഈ ആയത്ത് വലിയ ഭാരമുള്ള ആയത്തായിട്ട് തോന്നും. അതായത് ഏത് മനുഷ്യൻ തിന്മ ചെയ്യുന്നോ ആ തിന്മയുടെ ഫലം കാണുക തന്നെ ചെയ്യും. ഇത് വലിയ ഭാരമുള്ള വലിയൊരു ഭയം തോന്നുന്ന ആയത്താണ്. അതായത് ഒരു മനുഷ്യൻ തിന്മ ചെയ്യാത്തവരായിട്ട് സാധാരണ ആരും ഉണ്ടാകില്ല. അപ്പൊ തിന്മ ചെയ്താൽ അതിന്റെ ഫലം കാണുക തന്നെ ചെയ്യും എന്നുള്ള ആയത്ത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾക്ക് അസുഖം വരാറില്ല, ചിലപ്പോൾ നിങ്ങളുടെ മൃഗങ്ങൾ ചിലപ്പോൾ ചത്തുപോകാറില്ല, നിങ്ങൾ നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിങ്ങൾക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടും, നിങ്ങൾക്ക് വരുന്ന ഓരോ വിഷമവും ഇത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് വിഷമങ്ങൾ വരുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇത് പാപങ്ങൾ പൊറുക്കാനും അവന്റെ നന്മകൾ വർദ്ധിക്കാനും അവന്റെ ദർജാത്തുകൾ വർദ്ധിക്കാനും അത് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് ദീനിനെ കുറിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ്. ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ ഉള്ളൂ മനുഷ്യൻ എല്ലാ അവസ്ഥകളിലും സന്തോഷത്തോടുകൂടി തൃപ്തിപ്പെട്ട് കഴിയാൻ സാധിക്കും. ദീൻ മനസ്സിലാക്കിയില്ല എങ്കിൽ, ദീനിനെ കുറിച്ച് മനസ്സിലായില്ല എങ്കിൽ മനുഷ്യൻ ഏത് അവസ്ഥയിലും അതൃപ്തനായിരിക്കും, തൃപ്തി ഉണ്ടാവുകയില്ല, സന്തോഷവാനാവുകയില്ല. കാരണം ദീൻ മനസ്സിലാക്കുമ്പോഴാണ് ആ ദീനനുസരിച്ച് ജീവിച്ചാൽ ഏത് അവസ്ഥയിലും അവന് ഗുണകരമായി തീരുന്നതാണ്. ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യന് അതൃപ്തി ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിയുക, അള്ളാഹുവിനെ അറിയുക, അവനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിത്തീരുക, അവന്റെ സുന്നത്തുകളെ അറിയുക, അള്ളാഹു താലയുടെ ലോകത്തുള്ള അവന്റെ സുന്നത്ത് എന്താണ്, അവന്റെ രീതി എന്താണ്, ഏത് രീതിയിലാണ് മനുഷ്യനോട് അള്ളാഹു താല പെരുമാറുന്നത്, ഇതെല്ലാം ദീനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അമ്പിയാക്കൾ മുഖേന ജനങ്ങളെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അമ്പിയാക്കളുടെ വഴിയിൽ കൂടി, അമ്പിയാക്കളുടെ ഇൽമിൽ കൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ കൂടി, തങ്ങൾ കൊണ്ടുവന്ന അറിവിൽ കൂടി മാത്രമേ ഉള്ളൂ. വേറൊരു വഴിയില്ല. ആ ഒരു വഴിയിൽ കൂടി മാത്രമേ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളൊരു മെഷീൻ വാങ്ങിക്കുന്നു നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. എന്നാൽ ആ മെഷീനെ കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ, അതിന്റെ പ്രയോജനം എടുക്കാൻ വേണ്ടി നമ്മൾ ആ മെഷീൻ നിർമ്മിച്ച ആളുകളിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത്. എന്നാൽ മാത്രമേ അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റൂ, അതിന്റെ പ്രയോജനം എടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു മെഷീൻ നമ്മൾ വാങ്ങിക്കുന്നു, കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ആളുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കും. എന്നാലേ നമുക്കറിയാം, എന്നാലേ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടൂ. അപ്പോൾ ഈ ജീവിതം നൽകിയ, നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിൽ നിന്നും നമ്മളത് വരുന്ന ആ ഇൽമ്, ആ അറിവ്, ആ തിരിച്ചറിവ്, അതിൽ കൂടി മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതവും നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ഈ ശരീരവും ഈ ജീവിതം കൊണ്ട് പ്രയോജനം എടുക്കാൻ പറ്റുള്ളൂ. ഇത് കാര്യക്ഷമമാക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം കാര്യക്ഷമമാക്കണമെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഉപയോഗം, നമ്മുടെ ജീവിതത്തിന്റെ ഉപയോഗം, ഇതിന്റെ കാര്യക്ഷമതയും ആരാണ് ഇതിനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിൽ നിന്നും വന്നിരിക്കുന്ന ആ ഇൽമിൽ കൂടി മാത്രമേ സാധിക്കൂ, ആ അറിവിൽ കൂടി മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? മനുഷ്യന് വഞ്ചന സംഭവിക്കും, വഞ്ചിക്കപ്പെട്ടു പോകും ഈ ലോകത്തെ ജീവിതത്തിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്തോ ഒരു സാധനം ആ മനുഷ്യന് അത് വലിയ വിലപ്പെട്ട ഒരു സാധനമായിട്ട് മനസ്സിലാക്കി അതിനെ കരസ്ഥമാക്കി. പക്ഷെ പിന്നീട് മനസ്സിലായത് വ്യാജമായ വസ്തുവാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ അത് യഥാർത്ഥമല്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്വർണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുറെ മേടിച്ചു, അല്ലെ കുറെ കരസ്ഥമാക്കി.
പിന്നീട് മനസ്സിലാവും സ്വർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അതിന്റെ മേൽ വലിയ വിഷമം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ ജീവിതത്തിൽ മനുഷ്യന് യഥാർത്ഥമായ ഇൽമ മനസ്സിലാക്കിയില്ല, യഥാർത്ഥമായ അറിവ് അള്ളാഹുവും അള്ളാഹുവിന്റെ ദീനും മനസ്സിലാക്കിയില്ല എങ്കിൽ, അതിനെ മനസ്സിലാക്കി എല്ലാം ജീവിച്ചെങ്കിൽ ജീവിതത്തിന്റെ അവസാനത്തിൽ മരണത്തിന്റെ സമയത്ത് അവൻ ഇതേ അവസ്ഥയായിരിക്കും. വലിയ ഒരു വഞ്ചന സംഭവിച്ചതായിട്ട് ആ മനുഷ്യന് ആ ഖേദവും വിഷമവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദീനിനെ മനസ്സിലാക്കൽ, അതിന്റെ യഖീൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീൻ ഉണ്ടാകാൻ ഇത് വളരെ ആവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദീനിനെ പഠിക്കൽ ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ, തങ്ങളുടെ മാർഗം, തങ്ങളുടെ വഴി, അതിൽ കൂടി മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. കാരണം ദുനിയാവിലെ ജീവിതം ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിച്ചല്ല. ഇന്ന ദുനിയാ ഖുലിഖത് ലക്കും വഅൻതും ഖുലിഖ്തും ലിൽ ആഖിറ. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. മൗലാന റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുണ്ടായി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ദുനിയാവിന്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഫളായിലുമുണ്ട്, മസായിലുമുണ്ട്. ദീനിലും എല്ലാ കാര്യത്തിന്റെയും അതിന്റെ ഫളായിൽ പഠിക്കലും ആവശ്യമാണ്, മനസ്സിലാക്കൽ ആവശ്യമാണ്. അതുപോലെ അതിന്റെ മസായിലും മനസ്സിലാക്കൽ ആവശ്യമാണ്. കാരണം ഫളായില് ഇല്ലാതായിപ്പോയാൽ അതിന്റെ ആഗ്രഹവും ആ അമലിലുള്ള ജീവനും ഇല്ലാതായിപ്പോവും, ആത്മാവില്ലാതായിപ്പോവും. അതുകൊണ്ട് അമലുകളിലെ ദീനിന്റെ ഓരോ കാര്യത്തിലുള്ള അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ഫളായില്, അതിന്റെ മഹത്വം, അതിന്റെ ആവശ്യകത മനസ്സിലാക്കൽ ആവശ്യം. ഇല്ലെങ്കിൽ അമലുകൾ നിർജീവമായി പോകും, വെറും രൂപങ്ങൾ മാത്രം അവശേഷിക്കും. മൗലാന ഉദാഹരണം പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാല്, അമലുകൾ എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള പ്ലാസ്റ്റിക് പഴങ്ങൾ വാങ്ങിച്ചൊക്കെ വെക്കാറുണ്ട്. അതിനകത്ത് ആപ്പിള്, മുന്തിരി, പഴം, എല്ലാ പഴങ്ങളുണ്ടാവും. പക്ഷെ അത് പ്ലാസ്റ്റിക്കിന്റെ കാണുമ്പോൾ അത് യഥാർത്ഥ പഴങ്ങൾ പോലെ തന്നെ ഇരിക്കും. അതിന്റെ നിറവും രൂപവും എല്ലാം കണ്ടാൽ യഥാർത്ഥ പഴങ്ങൾ പോലെ തന്നെ. പക്ഷെ അത് പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അതിനകത്ത് അതിന്റെ ജീവനില്ല, അതിനകത്ത് രുചിയോ ടേസ്റ്റോ ഒന്നും ഉണ്ടാകുകയില്ല, രൂപം മാത്രമേ ഉണ്ടാവൂ. പറഞ്ഞു ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഈ പഴങ്ങളെ പോലെ തന്നെ ആയിപ്പോവും മനുഷ്യന്റെ അമലുകളായിപ്പോവും. മനുഷ്യന്റെ നമസ്കാരം, അമല്, മറ്റു കാര്യങ്ങൾ. എപ്പോൾ അമലുകളുടെ ഫളായില് മനസ്സിലാക്കുന്നില്ലയോ അതിന്റെ യാഥാർത്ഥ്യമില്ലാതായി പോവും, പിന്നെ ചടങ്ങായി മാറും. അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞ പ്ലാസ്റ്റിക് പഴങ്ങളെ പോലെ ആയിപ്പോവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ ഫളായില്, അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ വില മനസ്സിലാക്കി അമലുകളെ ജീവനുള്ളതാക്കി തീർക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ അമല് കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ, അതിന്റെ യഥാർത്ഥ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഉണ്ടാകേണ്ട ഗുണവും മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഫളായിലുകൾ, അമലുകളിൽ അതിന്റെ ഫളായില് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ആഗ്രഹം നമ്മുടെ മുമ്പിലുണ്ടാകണം. ഏത് കാര്യത്തിലും, ഏതൊരു പ്രശ്നവും, ഏത് പ്രയാസവും, ഏതൊരു ബുദ്ധിമുട്ടും മുമ്പിൽ വരുന്ന ഇതിനെല്ലാം പ്രതിഫലമുണ്ട്, ഇതെല്ലാം പാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരും എന്ന് ഒരു മുഅ്മിൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ഏത് പ്രയാസവും എളുപ്പമായി. കാരണം ഒരു മുഅ്മിന് വരുന്ന പ്രയാസങ്ങളെല്ലാം ഇതെല്ലാം പ്രതിഫലത്തിന് കാരണമാണ്. ഇതിന് വലിയ ദറജാത്തുകളുണ്ട്, ഇതിന്റെ മേൽ വലിയ ഫലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടും എളുപ്പത്തിനുള്ള വഴികളാണ്. മൗലാന ഖന്തക്കിലെ സംഭവം പറയുണ്ടായി. ഖന്തക്കിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ കടുപ്പത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അവസ്ഥയായിരുന്നു മുമ്പിലുണ്ടായിരുന്നു. ഖന്തക്ക് യുദ്ധത്തിന്റെ സമയം ഭയങ്കരമായ ഭയം, പട്ടിണി, തണുപ്പ്, കാലാവസ്ഥ. അറബികളെല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി എല്ലാവരും കൂടെ ഒന്നടങ്കം മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് കൂടി വന്നു. എല്ലാ അവസ്ഥകളും പ്രതികൂലമായ അവസ്ഥകളാണ്. ഭയങ്കരമായ പട്ടിണി, ഭയങ്കരമായ ഭയം, ഭയങ്കരമായ കാറ്റിന്റെ കാലാവസ്ഥ. എല്ലാവരും ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥയാണ്. പക്ഷെ ഈ ഖന്തക്ക് മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവസ്ഥകൾ നന്നാകാനുള്ള കാരണമായിരുന്നു ഖന്തക്ക് മുതൽ അങ്ങോട്ടുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ. പ്രതികൂലമായ അവസ്ഥകൾ മാറി
അനുകൂലമായ അവസ്ഥകളാകാൻ തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഹന്തക്കിലെ ആ പ്രശ്നങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ കാരണമായി തീർന്നത്. പിന്നെ അതിനുശേഷം ഹന്തക്കിന് ശേഷമാണ് മറ്റേ ഉംറയ്ക്ക് വേണ്ടി ഹുദൈബിയ നടന്നത്, ഹുദൈബിയ സന്ധി നടന്നത്. അത് കാരണമായി വഴികൾ തുറന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി, മദീനയിലേക്ക് മക്കക്കാർ വരാൻ തുടങ്ങി, മക്കക്കാരും മദീനയിലേക്കും എല്ലാം പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, വഴികൾ തുറന്നു. എത്രയോ ആളുകൾ ദീനിനെ മനസ്സിലാക്കാൻ കാരണമായി തീർന്നു, ജനങ്ങൾ ദീനിനെ കുറിച്ച് പഠിക്കാൻ കാരണമായി തീർന്നു. അതിനുശേഷം പിന്നെ ഖൈബറിന്റെ യുദ്ധം നടന്നു, അവിടെ വിജയം നടന്നു. പിന്നീട് ഉംറ നടന്നു, മക്കയിൽ പോയി ഉംറ ചെയ്തു. പിന്നെ അതിനുശേഷം മക്കം ഫത്ഹ് നടന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭയങ്കരമായ കടുപ്പം, ഭയങ്കരമായ പ്രതികൂലമായ അവസ്ഥകൾ അനുകൂലമാകാൻ കാരണമായി തീർന്നു. ആ ബുദ്ധിമുട്ടുകൾ വന്നത് വിജയത്തിന്റെ വഴികളുമായിട്ടാണ് വന്നത്. അങ്ങനെ അവസാനം ഏതൊരു മക്ക മുക്കറമയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്താക്കപ്പെട്ടോ, ആ മക്കയിലേക്ക് തിരിച്ച് വിജയിയായി മക്കം ഫത്ഹ്, ആ കാബ ഷരീഫിൽ നിന്നും ഏതൊരു കാബയിലും ഏതൊരു ഹറം ഷരീഫിലും നമസ്കരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലയോ, ആ ഹറം ഷരീഫിന്റെ, ആ കാബയുടെ താക്കോല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ നാട്ടിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്താക്കപ്പെട്ടു. ആ സമയത്ത് ആ ഇതിലേക്ക് ഇന്ന റാദ്ദുഹു ഇലൈഹി വജഅലുഹു മിനൽ മുർസലീൻ, അല്ല അത് ആയത്തല്ല, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുണ്ടായി. അതായത് അല്ലാഹു തആല ആ ഖുർആൻ ഷരീഫ് തങ്ങളുടെ മേൽ ഇറക്കിയ, തങ്ങളുടെ മേൽ പ്രവാത്തമാക്കിയ ഖുർആൻ ഷരീഫ് ഇറക്കിയ അല്ലാഹു തആല അവൻ തങ്ങളെ ആ മടക്കി അവിടെ കൊണ്ടുപോകും എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അല്ലാഹു തആല പൂർത്തീകരിച്ചു. ഇതെല്ലാം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളിൽ കൂടിയാണ് വിജയത്തിന്റെ വഴികൾ അല്ലാഹു തആല ഉമ്മത്തിന് തുറന്നു കൊടുത്തു. അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോൾ ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു തആല പോലീസിന്റെയും ഫിറഔന്റെയും കയ്യിലെത്തിച്ചു. ഭയങ്കരമായ പ്രതികൂലമായ അവസ്ഥ. ഫിറഔന്റെ കൽപ്പന എന്തായിരുന്നു? ബനി ഇസ്രായേലിലെ ഏത് കുട്ടിയെ കണ്ടാലും ആ കുട്ടിയെ കൊന്നുകളയാൻ. അങ്ങനെയുള്ള ഫിറഔന്റെ ആൾക്കാരുടെ അടുക്കലേക്ക് ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു തആല എത്തിക്കുകയുണ്ടായി. പ്രതികൂലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. പക്ഷെ ആ പ്രതികൂലമായ അവസ്ഥയിൽ കൂടി കൊണ്ടുപോയിട്ടാണ് അല്ലാഹു തആല അനുകൂലമായ അവസ്ഥ തുറന്നത്. അവിടെ തന്നെ വെച്ച് വളർത്തി മൂസാ അലൈഹി സ്വലാം. ഇന്ന റാദ്ദുഹു ഇലൈഹി വജഅലുഹു മിനൽ മുർസലീൻ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട് അല്ലാഹു തആലയുടെ അറിയിപ്പുണ്ടായി. ആ കുട്ടിയെ വെള്ളത്തിലെടുത്തിടാൻ വേണ്ടി പറഞ്ഞു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട്. എന്നിട്ട് പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങളിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കും. എന്നിട്ട് ആ കുട്ടിയെ മുർസലീങ്ങളിൽ, അതായത് പ്രവാചകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും പ്രവാചകനാക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട് അറിയിച്ചു. അപ്പൊ ആ ഫിറഔന്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ നിന്ന് വളർത്തി അല്ലാഹു തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുവന്നു. ഇതാണ് അല്ലാഹുവിന്റെ ഫിറഔന്റെ പോലീസിന്റെ കയ്യിൽ ചെയ്തു, അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹു തആല കൊണ്ടുവന്നു. ഇതാണ് അല്ലാഹുവിന്റെ രീതി. അതാണ് അല്ലാഹു തആല മാത്രം അവന്റെയാണ് ഖുദ്റത്ത്, അവനാണ് സംരക്ഷിക്കുന്നവൻ. ഹിജ്റയുടെ സമയത്ത് ഏതൊരു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും ഏതൊരു നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടോ ആ നാട്ടിലേക്ക് അല്ലാഹു തആല കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നെത്തിക്കുകയുണ്ടായി. ഏതൊരു പരിശുദ്ധമായ കാബ ഷരീഫിൽ അന്ന് ദുആ ചെയ്യാനും നമസ്കരിക്കാനും പോലും അനുവാദമില്ലായിരുന്നു. ആ കാബ ഷരീഫിന്റെ താക്കോല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്തിക്കുകയുണ്ടായി, തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യാണ്. ഇതാണ് തബ്ലീഗ് എന്ന് പറയുന്നത്. ഈ വിഷയം മൗലാന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവനും നിയന്ത്രിക്കുന്നവനും എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. നിയന്ത്രണങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കി, അതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഉത്തരവാദിത്തത്തോടുകൂടി ഗഫലത്തിൽ നിന്ന് ഒഴിവായി ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒരു മുസ്ലിം, ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദാക്കിറായിരിക്കും, എന്ന് വെച്ചാൽ ഓർമ്മയുള്ളവനായിരിക്കും. ഗഫലത്ത്, അശ്രദ്ധ, മതിമറന്നവൻ ആവുകയില്ല. അവന്റെ ദിക്റ് വളരെ ദാക്കിറുമായിരിക്കും, ആലിമുമായിരിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്ത ഉള്ളവൻ, അള്ളാഹുവിന്റെ സ്മരണയും ചിന്തയും ഉള്ളവൻ, മതിമറന്ന് ഇങ്ങനെ ജീവിക്കുന്നവരായിരിക്കില്ല. ഒരു ചിന്തയോട്, ഓർമ്മയോടുകൂടി ജീവിക്കും. രണ്ടാമത്തത് കാര്യങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് മനസ്സിലാക്കും. എൽമും ദിക്റും, ഈ രണ്ട് കാര്യമാണ് അതിൽ വരുന്നത്. അപ്പൊ ഈ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഗുണങ്ങളോട് കൂടിയായിരിക്കും അവന്റെ ജീവിതം. എപ്പോഴും ചിന്തയും ദിക്റും, ചിന്ത ഉള്ളവനായിരിക്കും, എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എന്താവും, അജ്ഞത, ജാഹിലായി പോകും. അല്ലെങ്കിൽ അജ്ഞതയോടുകൂടി അറിവില്ലാത്ത ജീവിതമായിരിക്കും. അപ്പം രണ്ട് കാര്യങ്ങൾ ഒരു മുഅ്മിനിൽ വളരെ എപ്പോഴും ഉണ്ടായിത്തീരേണ്ടത് ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് അവസ്ഥയിലും ഒന്നെങ്കിൽ അള്ളാഹു തആല നല്ല അനുകൂലമായ അവസ്ഥ കൊടുത്താൽ അവൻ ശുക്ർ ചെയ്യും, അള്ളാഹുവിനോട് ശുക്രോട് കൂടി കഴിഞ്ഞു കൊടുക്കും. ഇനി പ്രതികൂലമായ സാഹചര്യം വന്നാലോ, പ്രതികൂലമായ സാഹചര്യം വന്നാൽ സബർ, ക്ഷമയോടുകൂടി അവൻ അതിനെ തരണം ചെയ്യും. ഇത് രണ്ടും മനുഷ്യൻ ദിക്റും ഇൽമും ഉണ്ടായാൽ അവൻ ഏത് അവസ്ഥകളും അനുകൂലമായി തീരാൻ കാരണമായി തീരും. ഈ രണ്ട് ഗുണങ്ങൾ, അതോടുകൂടി രണ്ട് സബർ, ശുക്ർ, ഇത് വളരെ ആവശ്യമാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മേൽ ശുക്രുള്ളവനായി തീരുക. പ്രയാസങ്ങളും പ്രതികൂലമായ അവസ്ഥകൾ വന്നാൽ അതിൽ ക്ഷമിക്കുന്നവരായി തീരുക. അപ്പൊ സിഫാത്തുകളോടുകൂടി നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുകയും സിഫാത്തുകളോടുകൂടി, ഗുണങ്ങളോടുകൂടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദഅവത്ത്, നമ്മുടെ പരിശ്രമം, നമ്മുടെ അമലുകൾ അത് ജീവനുള്ള പരിശ്രമമായി മാറും. അല്ലെങ്കിൽ ഈ പരിശ്രമം ഇതെല്ലാം ഒരു ചടങ്ങായി മാറും. അതുകൊണ്ട് ഈ പരിശ്രമം അല്ലെങ്കിൽ ദീൻ ഇതൊരു ചടങ്ങല്ല, അത് യഥാർത്ഥത്തിൽ അത് അമലായി മാറണം, അത് ജീവനുള്ള അമലായി മാറണം, ചടങ്ങായി മാറാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നോ, അള്ളാഹുലേക്ക് വിളിക്കുന്നോ, ആ അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം ബന്ധമുണ്ട്. നമ്മൾ വെറും ക്ഷണിച്ചുകൊണ്ട് വിളിക്കുക മാത്രമല്ല, ആ ഏതൊരു അള്ളാഹുലേക്ക് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നോ, നമ്മൾ ദഅവത്ത് ചെയ്യുന്നോ, അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ് നമ്മൾ നോക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏകാന്ത സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, നമ്മുടെ സ്വകാര്യ ജീവിതം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ പൊതുജീവിതം എങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ ജീവിതം എങ്ങനെയാണ്, പൊതുജനങ്ങളോട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ഏകാന്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, നമ്മുടെ പകൽ സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ രാത്രി എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്, ഇത് ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഏതൊരു ദഅവത്ത് നമ്മൾ ചെയ്യുന്നോ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക. ഏതൊരു അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നോ ആ അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം ഉണ്ടായിത്തീരുക. ഇത് വളരെ പ്രധാനപ്പെട്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളായിരുന്നു. ഒന്ന് ദഅവത്ത്, രണ്ട് ദുആ. ദഅവത്തും ദുആയും. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തിരുന്നു, ദീനിന്റെ പരിശ്രമം ചെയ്തിരുന്നു. ഇനി ആ ദീനിന്റെ പരിശ്രമത്തില് പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദുആ കൊണ്ട് അള്ളാഹുവിൽ നിന്നും സഹായങ്ങൾ തേടി. ഇതായിരുന്നു അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രീതി. ഇതായിരുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിന്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായതുകൊണ്ട് ഈ ഉമ്മത്തിന് ഈ രണ്ട് കാര്യവും നൽകപ്പെട്ടിരിക്കുകയാണ്. ദഅവത്തിന്റെ പരിശ്രമം നൽകപ്പെട്ടു, ദുആയുടെ ശക്തി നൽകപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ്.
അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു സൂറത്തുൽ ഫീലിൽ പറഞ്ഞിരിക്കുന്ന സംഭവം, ഖുർആൻ ശരീഫ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം കഅബയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സൈന്യം വന്നു. ആ സൈന്യം വന്നപ്പോൾ അല്ലാഹു തആല പക്ഷികളെ അയച്ച്, ചെറിയ പക്ഷികളെ അയച്ച് ആ സൈന്യത്തെ നശിപ്പിക്കുകയും അള്ളാഹുവിന്റെ ഭവനമായ കഅബ ഷരീഫിനെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അല്ലാഹു തആലയ്ക്ക് ഏത് അവസ്ഥകളിലും ആരെയും സംരക്ഷിക്കാനൊന്നും വലുതോ ചെറുതോ ആയ ഒന്നിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കൊണ്ട് സഹായിക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെയും സഹായിക്കാൻ കഴിവുള്ളവനാണ്. ഇതേപോലെ അല്ലാഹു തആല അവസ്ഥകൾ അവന്റെ കയ്യിലാണ്. ഏത് അനുകൂലമായ അവസ്ഥയും ഏത് പ്രതികൂലമായ അവസ്ഥയും അവന്റെ തീരുമാന പ്രകാരമാണ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ശക്തി, ദഅവത്തും ഇതിന്റെ ഫലങ്ങൾ നമ്മൾ യഥാർത്ഥമായ രീതിയിൽ ദഅവത്തിന്റെ പരിശ്രമം ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്താൽ അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം, ദഅവത്തിന്റെ പരിശ്രമത്തിൽ ഒന്ന് അല്ലാഹുവിനോടുള്ള കടമകൾ നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, മറ്റ് സൃഷ്ടികൾ ജനങ്ങളോടുള്ള കടമകളും മനസ്സിലാക്കണം. ദുനിയാവ് ഇലിയാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ദുനിയാവ് ദാറുൽ ഹുഖൂഖാണ്, ഇവിടെ കടമകളുടെ ഈ ലോകമാണ്. കടമകൾ നിർവഹിക്കുക, ഒന്ന് സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുക, രണ്ട് സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുക. എന്നാൽ ആഖിറം ദാറുൽ ജസാ ആണ്, പ്രതിഫലത്തിന്റെ സ്ഥലമാണ്. ഇവിടെ കടമകൾ നിർവഹിക്കുക, അവിടെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുക. അപ്പൊ ദീൻ എന്ന് പറയുന്നത് കടമകളെ മനസ്സിലാക്കി തരുന്ന ദീനിൽ കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള കടമ എന്താണെന്നും അറിയില്ല, മറ്റുള്ളവരോടുള്ള കടമ എന്താണെന്നും നമുക്ക് മനസ്സിലാകില്ല. ഇത് മനസ്സിലാകുന്ന ദീനിൽ കൂടിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ദുആ അതിന്റെ ഫലം, ചിലപ്പോൾ അതിന്റെ ഫലം പെട്ടെന്ന് അല്ലാഹു തആല കാണിക്കും, ചിലപ്പോൾ അതിന്റെ ഫലം താമസിച്ചായിരിക്കും അല്ലാഹു തആല കൊണ്ടുവരുന്നത്. പക്ഷെ ഫലം, അത് ദഅവത്തും ദുആയും ഇതിന്റെ ഫലം ഉറപ്പായ കാര്യമാണ്. ചിലപ്പോൾ അത് അനുകൂലമായിട്ട് പെട്ടെന്ന് അല്ലാഹു തആല കാണിക്കും, ചിലപ്പോൾ അതിന് സമയമെടുക്കും. പക്ഷെ ഫലം എന്തായിരുന്നാലും. അതുകൊണ്ട് അല്ലാഹു തആല ദീനിന്റെ ഈ വഴി നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴിയിൽ കൂടി അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മളെ ശക്തിപ്പെടുത്തുക. ദീനിന്റെ പരിശ്രമം, ദഅവത്തിന്റെ പരിശ്രമം, അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മളെ ശക്തിപ്പെടുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ദീനിന്റെ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം, മറ്റുള്ളവരെയും അള്ളാഹുവിന്റെ വഴിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം. ദഅവത്ത്, ദുആ, ഇതിൽ കൂടി നമ്മളും അള്ളാഹുമായിട്ട് അടുത്ത് നമ്മൾ വിജയിക്കുന്നവരായി തീരണം. ജനങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനും അവരും രക്ഷപ്പെടാൻ കാരണമായി തീരണം. എന്നാലും ദുആ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മള് ഒരു ദുആ എന്ന് പറയുന്ന എപ്പോഴെങ്കിലും ഒരു ആവശ്യ സമയത്ത് കാര്യം നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ദുആ നിരന്തരമായ അള്ളാഹുമായിട്ടുള്ള ബന്ധവും നിരന്തരമായ ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു, ഒരു ഡോക്ടറിനെ കാണുന്ന പോലെ ആകരുത് ദുആ ചെയ്യും. പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് പോയി ഡോക്ടറിനെ പോയി കാണും. എന്നിട്ട് അസുഖം മാറിക്കഴിഞ്ഞാലോ ഡോക്ടറെയും മറക്കും, മരുന്നും എല്ലാം മറന്നു പറയുന്നത്. അതുപോലല്ല ദുആ എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ സമയത്ത് ഓടിപ്പോയി ദുആ ചെയ്തു, പിന്നെ അതിനെ മറന്നുപോയി, അള്ളാഹുവിനെ മറന്നുപോയി. ദുആ അതല്ല. ദുആ എന്ന് പറഞ്ഞാൽ നിരന്തരമായി അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധവും നിരന്തരമായി ചെയ്യുകയും അതിനെ ഓർക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഓടിപ്പോയി ദുആ ചെയ്യലല്ല. ദഅവത്തും ദുആയും ഇത് മുഅ്മിന്റെ ജീവിതത്തിന്റെ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അതാണ് വേറെ മജ്‌ലിസിലും പറഞ്ഞു, ദുആ എന്ന് പറയുന്ന ഒരു ചോദിക്കലല്ല, യാചിക്കലല്ല. അവിടേക്ക് എന്തെങ്കിലും മറ്റാരെങ്കിലും ചോദിക്കുന്നവല്ല. ദുആ എന്ന് പറയുന്ന വലിയൊരു അമലാണ്. ദുആ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മള് മറ്റാരോടെങ്കിലും എന്തെങ്കിലും സാധനം ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്നതുപോലെ ദുആയെ കാണരുത്. ദുആ വലിയ അമലാണ് എന്ന് പറയേണ്ടത്. വേറെ മജ്‌ലിസിലും മൗലാന അവസാനം ദുആയ്ക്ക് മുമ്പ് മൗലാന ഈ വിഷയം പറയുന്നു. അപ്പൊ ദുആ മഖ്ബൂലാവും, അല്ലാഹു തആല അത് സ്വീകരിക്കും. ആ സ്വീകരിക്കും എന്നുള്ള യഖീൻ ഉണ്ടാകണം.
പക്ഷെ അതിന്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് അത് അള്ളാഹു തആല തീരുമാനിക്കും. ചിലപ്പോൾ അതിന്റെ ഉടനെ ആ ചോദിക്കുന്ന കാര്യങ്ങൾ നൽകുന്നതായിരിക്കും ഖൈർ, ചിലപ്പോൾ അതൊക്കെ തരാതിരിക്കുന്നതായിരിക്കും ഖൈർ. അതിനെ അള്ളാഹു തആല സൂക്ഷിച്ചു വെക്കും. ഹദീസുകൾ വരുന്നു എപ്രകാരം ഒരാൾ അയാളുടെ ഒരു മൃഗത്തെ വളർത്തുന്നു, ഇതുപോലെ അള്ളാഹു തആല മനുഷ്യന്റെ അമലുകൾ ദുആകളെല്ലാം വളർത്തും. ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം കാണുമ്പോൾ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകും. അവൻ ചെയ്ത ദുആയുടെ ഫലങ്ങൾ കാണുമ്പോൾ എവിടെ വരെ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. അതിന്റെ ഒരു ദുആയുടെയും ഫലം ഈ ലോകത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ദുആ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞു ഇതുപോലെ ദുആ ഒരു ആവശ്യത്തിന്റെ സമയത്ത് മാത്രം ചോദിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഈ അള്ളാഹില് ഇതിന്റെ മഹത്വങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് അമലുകളിലും ജീവിതത്തിലും അത് ജീവൻ ഉണ്ടായിത്തീരും. അപ്പോഴാണ് പല സമയത്തും വളരെ പറയുണ്ടായി. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം ഇതൊരു ചടങ്ങോ ഒരു രൂപമോ മാത്രമല്ല, ജീവനുള്ള യഥാർത്ഥമായ അതിലുള്ള ഫദായില്, അതിലുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധം, അതിലുള്ള രീതി, അതിലുള്ള നീയത്ത്, അതിന്റെ തർത്തീബ് ഇതെല്ലാം ശരിയാവുമ്പോഴാണ് ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാവും. ഇതിന്റെ പരിശ്രമം പറഞ്ഞ ഉദാഹരണം, ഇന്ന് പരിശ്രമം ചെയ്യുന്നവരിൽ പോലും ഈ പല കാര്യങ്ങളും കാണപ്പെടത്തില്ല. ഉദാഹരണം പറഞ്ഞു, പലപ്പോഴും ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിച്ച് പള്ളിയില് നമസ്കാരത്തിന് സഫില് നാട്ടുകാരായ ആളുകൾ ചിലപ്പോൾ സഫിന്റെ ആദ്യത്തെ സഫിലുണ്ടാവും. പക്ഷെ ഇതിന്റെ പരിശ്രമം ചെയ്യുന്നവർ പലരും പുറയിലോ താമസിച്ചായിരിക്കും വരുന്നത്. ചിലപ്പോൾ പള്ളിയിൽ തന്നെ ഉണ്ടാവും, എന്തെങ്കിലും മഷ്വറയിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കും. പക്ഷെ ജമാഅത്ത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആയിരിക്കും താമസിച്ച് പുറയിലത്തെ സഫിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റക്അത്ത് കഴിഞ്ഞിട്ടായിരിക്കും വന്ന് പങ്കുചേരുന്നത്. അപ്പൊ ഈ രീതിയിൽ അമലുകളിൽ ജീവനില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിൽ യാഥാർത്ഥ്യമില്ലാത്ത അവസ്ഥ ഇതുണ്ടാകുമ്പോൾ എന്താണ് പരിശ്രമത്തിന്റെ ഫലങ്ങൾ നമുക്കുണ്ടാകും. പരിശ്രമം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്, സിഫാത്തുകൾ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്, അമലുകളിൽ ജീവൻ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, സിഫാത്തുകളും ഗുണങ്ങളും ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അത് ഉണ്ടായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ അമലുകളും പരിശ്രമവും എല്ലാം വെറും ചടങ്ങുകളായി മാറും. ഉള്ള ഉദാഹരണം പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ പഴങ്ങൾ പോലെ ആയിപ്പോകും. അതിൽ രുചിയോ ടേസ്റ്റോ ഒന്നും ഉണ്ടാകില്ല, രൂപങ്ങൾ മാത്രം അവശേഷിച്ചു പോകുന്നതാണ്. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ പള്ളിയിലെ ജമാഅത്തിന്റെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരാൻ പരിശ്രമിക്കുമായിരുന്നു, ഏറ്റവും അവസാനം പോകാൻ പരിശ്രമിക്കും. എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയങ്ങൾ പള്ളിയുടെ അമലുകളിൽ കഴിഞ്ഞ് പള്ളിയിൽ വരുന്ന സമയത്ത്, മസ്ജിദിൽ വരുന്ന സമയത്ത് അമലുകളിൽ നേരത്തെ വരാൻ പരിശ്രമിക്കുമായിരുന്നു. അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ വളരെ വിശാലമാണ്, പ്രതിഫലങ്ങൾ വളരെയധികം നൽകുന്നവനാണ്. അപ്പം അവൻ ഗഫൂർ റഹീമാണ്, എന്നാൽ ശിക്ഷയും ഏറ്റവും കടുപ്പമായിട്ട് നൽകുന്നവനാണ്. രണ്ട് കാര്യങ്ങളുമുണ്ട്. നല്ല പ്രതീക്ഷ വെച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ അവന്റെ ശിക്ഷ എന്നും രക്ഷപ്പെടാനും പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും നിരാശ പാടില്ല. മാത്രമല്ല അതിന്റെ പരിശ്രമം കൂടെ ചെയ്യണം. പ്രതീക്ഷ വയ്ക്കുക എന്ന് മാത്രമല്ല, നിരാശ ഒരിക്കലും മുഅ്മിനെ നിരാശ പാടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ എപ്പോഴും പ്രതീക്ഷ, ആഗ്രഹം, ദുആ, പരിശ്രമം ഇതെല്ലാമാണ് വേണ്ടത്. അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളാണ് ലക്ഷ്യം തോന്നിക്കുന്നത്. ഏകദേശം ഇബ്രാഹിം സാഹിബിന്റെ രാവിലത്തെ ബയാൻ അതിലുള്ള എഴുതിയിരുന്ന പോയിന്റ്സ് ഏകദേശം തീർന്നു. പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് സ്റ്റേറ്റുകളുടെ കാർഡുകാരി ഉണ്ടായിരുന്നു, ഫാറൂഖായുടെ ചെറിയ സംസാരം ഉണ്ടായിരുന്നു. പിന്നെ ഇബ്രാഹിം സാഹിബിന്റെ ഒരു ദുആന് ശേഷമുള്ള ദുആനെ കുറിച്ച് പ്രധാനമായിട്ട് ദുആ ചോദിക്കുന്നത്. അതിന്റെ ചില പോയിന്റ് ഇതിനകത്തും പറഞ്ഞു പോയി, ചില പോയിന്റ് ഓർമ്മപ്പെടുത്തി. ഇത്രയുമായിരുന്നു ഏകദേശം ഉണ്ടായിരുന്നു.